Hello friends, welcome back to my channel. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് സോയ ചങ്ക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റാമെന്ന് കാണാം. നല്ല ഫ്ലേവറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഇതിന് ആവശ്യമുള്ള സാധനങ്ങളാണ് സോയ ചങ്ക്സ് 1 കപ്പ്. ഇത് നമുക്ക് നന്നായി കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് ഒരു വിസിലിന് വേണ്ടിയിട്ട് വേവിക്കാൻ വെക്കണം. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇത് നമുക്ക് ഒരു 3 വിസിൽ വേണ്ടി വരും. ഇത് നന്നായിട്ട് ഫുള്ള് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ തന്നെ വേവിക്കാൻ നമുക്ക് 3 വിസിലിന് വേണ്ടിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കും. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഒരു സബോള, അത്യാവശ്യം വലിയ സബോളയാണ്, വേപ്പില, വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് തോല് കളഞ്ഞിട്ട്. നമ്മൾ സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഒക്കെ നന്നായി പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മുടെ കട്ട്ലേറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങളാണ് ബ്രെഡ് ക്രംസ്, മുട്ട. ഇപ്പോൾ ഫുൾ വെജിറ്റേറിയൻ ആയ ആൾക്കാർക്ക് വേണമെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് പേസ്റ്റ് പോലെ എടുത്തിട്ട് നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം മുട്ടയുടെ പകരം. സോയ ചങ്ക്സ് ഒക്കെ നന്നായി വെന്തിട്ട് ഒരു വിസില വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിൽ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാം. അതിന് ശേഷം നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയെടുക്കണം. ചങ്ക്സൊക്കെ വെള്ളമൊക്കെ മാറ്റേണ്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. അധികം നേരം അടിക്കരുത്. അധികം നേരം അടിച്ചു കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ പാന് ഗ്യാസ്മേ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സബോള ഇതിലേക്ക് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി, അതിന് ശേഷം നമ്മുടെ പച്ചമുളക്, പിന്നെ വേപ്പില എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വാട്ടിയാൽ മതി. അപ്പം നമ്മുടെ സബോള ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി, പച്ചമണം പോയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സോയ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി ഇരിക്കാം. മസാല ഒക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചു കൊടുക്കും. കുറേ പേർക്ക് സോയ ചങ്ക്സ് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമാവും. മസാല ഒക്കെ ഇതിൽ നന്നായി പിടിക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ പറയാം സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് മസാല കടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മസാല ഒക്കെ നന്നായി ഉള്ളിൽ പിടിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് നേരം 5 മിനിറ്റ് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാം നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇട്ട് വെച്ച കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ടേസ്റ്റും ഓപ്ഷണൽ ആട്ടോ. നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടും. നന്നായി ഒന്ന്
ഇളക്കി കൊടുക്കാം. ഉപ്പ് നോക്കാം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ ഓൾറെഡി സോയ ചങ്ക്സ് വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞളിട്ടിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് ചിലപ്പോൾ ആവശ്യം വരില്ല. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ ബോയിൽ പൊട്ടാറ്റോ വെച്ചിട്ടില്ലേ അതിൻ്റെ കൂടെ നമുക്ക് ഇത് കൂട്ടി യോജിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ സോയാ ചങ്ക്സും പൊട്ടാറ്റോനായിപ്പോൾ പുഴുങ്ങിയ പൊട്ടാറ്റോ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല എളുപ്പത്തിൽ നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ പൊട്ടാറ്റോയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാ ചങ്ക്സൊക്കെ നന്നായിട്ട് നമുക്ക് ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സോയാ ചങ്ക്സും പൊട്ടാറ്റോ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നല്ല ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ബൈൻഡിങ് കിട്ടും. അല്ലെങ്കിൽ ഈ സോയ ചങ്ക്സ് പെട്ടെന്ന് അങ്ങോട്ട് ബൈൻഡിങ്ങിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് കോൺഫ്ലവർ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബൈൻഡിങ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഓവൽ ഷേപ്പോ റൗണ്ട് ഷേപ്പോ ഏത് ഷേപ്പാണെന്ന് വെച്ചാലും കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ഓവൽ ഷേപ്പായിട്ടാണ് കൊടുക്കണേ. ഇനി നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഷേപ്പാക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റൊക്കെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 12 കട്ട്ലേറ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ബൈൻഡിങ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതെങ്ങനെ മുക്കി പൊരിക്കുന്നതെന്ന് കാണിച്ചു. എനിക്കിപ്പോൾ കാണാൻ നമ്മുടെ മുട്ടയിൽ കുരുമുളക് പൊടിയും ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രെഡ് ക്രംസ്, നമ്മുടെ കട്ട്ലേറ്റ്. ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് മുട്ടയുടെ മിക്സറിലേക്ക് ഇടാം. ഈ മുട്ടയുടെ പകരം നിങ്ങൾക്ക് മൈദ ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം. പ്യുവർ നോൺ വെജ് ആൾക്കാരാണെങ്കിൽ. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് 1 മുട്ടയെ ആവശ്യം വന്നുള്ളൂ. 2 മുട്ടയുടെ ആവശ്യമില്ല. 1 മുട്ട എടുത്താൽ മതി. ഫുൾ എല്ലാം 12 കട്ട്ലേറ്റും നമുക്ക് കോട്ടായി കിട്ടും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാം. നമ്മളിപ്പോൾ പാൻ ഗ്യാസിന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് വരണം. ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മൾ കവർ ചെയ്ത് വെച്ചേക്കുന്ന കട്ട്ലേറ്റ് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ വയ്ക്കുക. വല്ലാണ്ട് അടുത്തടുത്ത് വെക്കരുത്. അപ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഇടാനായിട്ട്. നല്ല സിമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഒരു സൈഡ് ആയതിനു ശേഷം നെക്സ്റ്റ് സൈഡ് ടേൺ ചെയ്തിട്ടായിരുന്നു. ഒരു 2 മിനിറ്റ് എടുത്തിട്ടുള്ളൂ ഇത് ആവാനായിട്ട്. ഇത് കാണാൻ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ബ്രൗൺ വരുന്നില്ല. നിങ്ങൾക്ക് ബൈൻഡിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 2 ടേബിൾ സ്പൂൺ ഇടാം. ഞാൻ ഇപ്പോൾ ഇതിലിട്ടുണ്ടായിരുന്നു 2 ടേബിൾ സ്പൂൺ ഇട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ നല്ല കളർ വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഇത് സോയ ചങ്ക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയാണ്. ആരും പറയില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.